ഫസ്റ്റ് വൺ മോണോലിത്തിക്. മോണോലിത്തിക്കില് നമ്മൾ പറഞ്ഞ യൂസർ മോഡും കേർണൽ മോഡും, യൂസറിന്റെ ഏരിയാസും കേർണലിന്റെ ഏരിയാസും കൂടി വന്നിരിക്കുന്നത് സെയിം അഡ്രസ് സ്പേസിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഫങ്ഷൻസ് ഒറ്റയടിക്ക് വന്നേക്കാണ്. ഒരു സെല്ലിന്റെ ഉള്ളിൽ ഒരുപാട് ഫങ്ഷൻസ് ഒറ്റയടിക്ക് വരുമ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ കേർണലിന്റെ ആ സൈസ് എന്നുള്ളത് ഇവിടെ വളരെ കൂടുതലായിരിക്കും. അതിനെക്കൊണ്ട് അഡ്വാൻറ്റേജ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും കയ്യെത്തും ദൂരത്ത് എന്ന് പറയുന്നത് പോലെ അടുത്തടുത്ത് ഉണ്ട്. സോ ഒന്നിനു വേണ്ടിയിട്ട് പുറത്തോട്ട് പോവേണ്ടതായിട്ട് വരുന്നില്ല. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ നടത്തി എടുക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എവിടെയാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മോഡിഫിക്കേഷൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം കോഡ്സിൽ ബാക്കിയുള്ള എല്ലാത്തിലും ഇപ്പൊ ഷെഡ്യൂളിങ്ങിന്റെ കേസിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വന്നാൽ അടുത്തതിന് വിർച്വൽ മെമ്മറി ഡിവൈസ് ഡ്രൈവർ അതിനെ എല്ലാത്തിനെയും എഫക്ട് ചെയ്യും. അപ്പൊ എല്ലാത്തിലും മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു ഡ്രോബാക്ക് ആണ്. അപ്പോൾ വീണ്ടും കമ്പൈൽ ചെയ്യുക, അല്ലെങ്കിൽ പുതുതായിട്ട് ഒരെണ്ണം ആഡ് ചെയ്യുക, ആ സമയത്തൊക്കെ വീണ്ടും മോഡിഫിക്കേഷൻസ് എന്നുള്ളത് ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയി.